നമസ്കാരം. എന്തൊക്കെയായിരുന്നു ട്രംപേ വീരവാദങ്ങൾ? ഓപ്പറേഷൻ സിന്ദൂറിൽ ട്രംപിന്റെ നിർണായക ഇടപെടൽ. ട്രംപ് ഒരാൾ വിചാരിച്ചിരുന്നില്ല എങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തകർന്നു തരിപ്പണമായേനെ. ഇന്ത്യ ട്രംപിന്റെ വാക്കുകേട്ട് പേടിച്ചു വിറച്ചു. മോദി ട്രംപ് പറഞ്ഞ ഉടനെ പാകിസ്ഥാന്റെ എല്ലാ തെറ്റും പുറത്തു കൊടുത്തു. അങ്ങനെ നൂറ് വീരവാദങ്ങളായിരുന്നു ട്രംപ് മുഴക്കിക്കൊണ്ടിരുന്നത്. ഒരു 100 വട്ടം മോദി ട്രംപിനോട് ഉളുപ്പുണ്ടോ ട്രംപേ ഇമാതിരി ഇല്ലാവചനം പറയാനെന്ന് മുഖത്ത് നോക്കി ചോദിച്ചിട്ടും അതൊക്കെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളഞ്ഞുകൊണ്ട് വീണ്ടും ഇല്ലാക്കഥ മെനഞ്ഞുകൊണ്ടിരുന്ന ട്രംപിന്റെ കരണത്ത് നോക്കി നല്ല കിടിലൻ പ്രഹരം കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ തന്നെ. ഇത്രയും നാളും ട്രംപ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വാദിച്ച് മൗനമായിരുന്ന, എന്നാൽ ചില നേരങ്ങളിൽ ട്രംപിന്റെ കള്ളക്കഥകളൊക്കെ സത്യമാണെന്ന് സമ്മതിച്ചു കൊടുത്തിരുന്ന, അതിന്റെ പേരിൽ ട്രംപിന് നൊബേൽ സമ്മാനം പോലും കിട്ടണമെന്ന് വാശി പിടിച്ചിരുന്ന പാകിസ്ഥാൻ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ ട്രംപിനെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത തേടാൻ ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല എന്ന് പാക് വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദർ തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വെടിനിർത്തൽ സാധ്യമാക്കാൻ ഇടപെട്ടുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ടാണ് പാക് വിദേശകാര്യ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ട്രംപിന്റെ നുണക്കഥകളുടെ ഒക്കെ മുനയൊടിയുകയാണ്. മെയ് മാസത്തിലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള വാഗ്ദാനം അമേരിക്ക മുന്നോട്ട് വെച്ചത്. ഇരു കൂട്ടരും അംഗീകരിക്കുന്ന സ്ഥലത്ത് ചർച്ചകൾ നടത്തണമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ജൂലൈയിൽ നടന്ന ചർച്ചയിൽ മൂന്നാമതൊരു പങ്കാളിയെ ആവശ്യമില്ല എന്ന് ഇന്ത്യ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചതായി ഇഷാഖ് ദർ പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള പ്രശ്നം പൂർണ്ണമായും ഉഭയകക്ഷി വിഷയമാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്താൻ ഇടപെടാൻ അമേരിക്കയോടോ മറ്റേതെങ്കിലും രാജ്യത്തോടോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഇഷാഖ് ദർ അടുത്തിടെയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യൻ ആക്രമണത്തിൽ കനത്ത നഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വെടിനിർത്തലിന് പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ദർ തുറന്നു സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ മോദിയുടെ കരുത്ത് ഒരിക്കൽ കൂടി വെളിവാവുകയാണ്. ആണവ ശക്തികളായ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന് അവകാശപ്പെട്ടിരുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് ദാറിന്റെ പരാമർശം. ഇത് അമേരിക്കയ്ക്കും ട്രംപിനും പുതിയ നാണക്കേട് നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആക്രമണത്തിൽ നിരവധി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ദറിന്റെ വെളിപ്പെടുത്തലിൽ സ്ഥിരീകരിക്കുന്നു. മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ തന്റെ ഇടപെടൽ വിജയം കണ്ടെന്ന് അവകാശപ്പെട്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു രാത്രി നീണ്ട ചർച്ചകൾക്ക് ശേഷം സമ്പൂർണവും ഉടനടിയുള്ളതുമായ വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചതായി അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ആണവ യുദ്ധം താൻ വ്യക്തിപരമായി തടഞ്ഞുവെന്ന് 40-ലധികം തവണ പല വേദികളിലായി ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. ഇത് തന്റെ രാഷ്ട്രതന്ത്രജ്ഞതയുടെ തെളിവാണെന്ന് യൂറോപ്യൻ നേതാക്കളുമായും നാറ്റോ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകളിൽ പോലും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പാക് വിദേശകാര്യ മന്ത്രിയുടെ തുറന്നു പറച്ചിൽ. അതേസമയം മൂന്നാം കക്ഷിയുടെ ഇടപെടലിൽ പാകിസ്ഥാന് വിരോധമില്ല എന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ദർ വ്യക്തമാക്കി. ഞങ്ങൾ സമാധാനത്തെ സ്നേഹിക്കുന്ന രാജ്യമാണെന്നും ചർച്ചകളാണ് മുന്നോട്ടുള്ള വഴി എന്നാണ് വിശ്വസിക്കുന്നതെന്നും, പക്ഷേ കൈയടിക്കണമെങ്കിൽ 2 കൈകൾ വേണമെന്നും പറഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യയും കൂടി തയ്യാറായാൽ മാത്രമേ അത്തരം ചർച്ചകൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും വ്യക്തമാക്കി. ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ട്രംപ് നാറി നാണം കെട്ട് ഏത് മാളത്തിൽ ഒളിക്കണമെന്ന് തിരയുന്ന ഗതികേടിലാണ് എന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച